സ്വാഭാവിക റബ്ബറിൻ്റെ ഉൽപ്പാദനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഇടയാക്കിയ ഒരു സാഹചര്യമാണ് ആധുനിക റബ്ബർ ഇനങ്ങളുടെ കണ്ടുപിടുത്തം. ക്ലോണൽ മരങ്ങൾ വളർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ റബ്ബറിൻ്റെ ഉൽപ്പാദനക്ഷമത വളരെ കുറവായിരുന്നു. എന്നാൽ സങ്കര ഇനം റബ്ബറുകൾ കണ്ടുപിടിക്കുകയും അവ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ അവ കൃഷി ചെയ്ത തോട്ടങ്ങളിൽ ഉൽപ്പാദനം വളരെ കൂടുകയും നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യകതയ്ക്ക് ഇണങ്ങിയ രീതിയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ റബ്ബർ ബോർഡ് ചെയ്ത സേവനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. ആധുനിക റബ്ബർ ഇനങ്ങളായ RRI 600, RRI 105, 430, 414 തുടങ്ങിയ ഇനങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കാനും അവ നാട്ടിലെമ്പാടും നട്ടുവളർത്തുവാനും നമുക്ക് സാധിച്ചു. എന്നാൽ ഈ പുതിയ ഇനങ്ങൾ വളരെ എളുപ്പം പ്രചരിപ്പിക്കുന്നതിന് കണ്ടെത്തിയ മാർഗമാണ് ബഡ്ഡിംഗ്. ഒരു റബ്ബർ ബഡ് കമ്പിൽ നിന്നും 1 മീറ്ററിന് ഏതാണ്ട് 15-20 നല്ല തൈകൾ ബഡ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ റബ്ബർ ബഡ്ഡിംഗ് വ്യാപകമാവുകയും നഴ്സറികൾ അവ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്ത് നല്ലൊരു വ്യവസായമായി അത് വളരുകയും ചെയ്തു. ഇങ്ങനെ റബ്ബർ ബഡ് ചെയ്യുന്ന ആ പ്രക്രിയയാണ് നമുക്ക് ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. റബ്ബർ ബഡ് ചെയ്യുന്നതിന് 2-3 ഘടകങ്ങൾ ആവശ്യമാണ്. ഒന്ന്, നമുക്ക് ബഡ് ചെയ്യാൻ ആവശ്യമായ ഒരു തൈ വേണം. പിന്നെ ബഡ് ചെയ്യാൻ ആവശ്യമായ ബഡ് കമ്പുകൾ വേണം. പിന്നെ ബഡ്ഡിങ്ങിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കത്തി വേണം. പിന്നെ ഒരു പ്ലാസ്റ്റിക് സ്ട്രിപ്പുകളും അല്പം വേസ്റ്റ് തുണിയും ആവശ്യമാണ്. ഇതെല്ലാം കരുതിയിട്ട് വേണം നമ്മൾ ബഡ്ഡിങ്ങിനായി ഇറങ്ങാൻ. ബഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ബഡ് കമ്പും ബഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തൈയും ഒരു പ്രത്യേക അവസ്ഥയിൽ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു ഇല വന്ന് നന്നായി മൂത്തിട്ട് അടുത്ത സ്റ്റെപ്പിൻ്റെ തുടക്കം, അതായത് മുകുളം മുട്ടിച്ച ഒരവസ്ഥ, ഏതാണ്ട് ഇതുപോലെ മുട്ടിച്ച് അടുത്ത സ്റ്റെപ്പ് തുടങ്ങുന്ന ഒരു അവസ്ഥയിൽ വേണം ബഡ് കമ്പ് മുറിച്ചെടുക്കുവാൻ. ഇല വിടർന്നതിന് ശേഷം ഏതാണ്ട് വിളറി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരിക്കലും ബഡ് കമ്പ് മുറിക്കരുത്. കാരണം ആ സമയത്ത് ബഡ് കമ്പിൽ നിന്നും മുകുളങ്ങൾ അടർത്തിയെടുക്കാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. ഏറ്റവും മാർദ്ദവും ഏറ്റവും ബഡുകൾ പിടിച്ച് കിട്ടാനും എളുപ്പം ഇതുപോലെ ഒരു ഇല മൂത്തതിന് ശേഷം അടുത്ത മുകുളം മുട്ടിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ മാതൃവൃക്ഷത്തിൻ്റെ തൈയും അതുപോലെ തന്നെ ആയിരിക്കണം. ഇല മൂത്തതിന് ശേഷം അടുത്ത മുകുളം എടുക്കാൻ ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ബഡ് ചെയ്യുകയാണെങ്കിൽ മാതൃവൃക്ഷത്തിൻ്റെ തൊലിയും പാകത്തിൽ പൊളിഞ്ഞ് കിട്ടാൻ വളരെ എളുപ്പമാണ്. ഇത് ബഡ്ഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നല്ല പാകത്തിനുള്ള തൈയാണ് ബഡ് ചെയ്യുന്നതെങ്കിൽ ഏതാണ്ട് 100% ബഡ്ഡിങ് വിജയകരമായി പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ തൈയുടെ മുകുളത്തിൻ്റെ ഇലയുടെയൊക്കെ ആ പാകം ശരിയല്ലെങ്കിൽ ബഡ് കണ്ണുകൾ പിടിക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു ശരാശരി ഒരു 50% അല്ല 60% മാത്രമായി ചുരുങ്ങും. അതുകൊണ്ട് ബഡ്ഡിങ്ങിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ബഡ് കമ്പുകളിലെ കണ്ണുകളുടെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ഒരു ബഡ് കമ്പിൽ സാധാരണയായി 3 തരത്തിൽപ്പെട്ട ബഡുകളാണ് ഉണ്ടാവുക. ഒരു സ്റ്റെപ്പ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പും തൊട്ട് മുകളിലും ഉള്ള ഏതാനും ബഡുകൾ, ഒരു നില ആരംഭിച്ചതിന് ശേഷം ആദ്യം ഉള്ള 2-3 കണ്ണുകൾ ചന്ദ്രക്കല ആകൃതിയിലുള്ളവയായിരിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ചന്ദ്രക്കല ആകൃതിയിലുള്ള ബഡുകളായിരിക്കും. ഈ ബഡുകളും അതുപോലെ തന്നെ ഒരു നിലയുടെ ഒരു സ്റ്റെപ്പിന് തൊട്ട് താഴെ വരുന്ന 3-4 ബഡുകളും അതിനകത്തെ മുളയ്ക്കാനുള്ള ഘടകത്തിൻ്റെ വലിപ്പക്കുറവ് മൂലം ഇവ സി കണ്ണുകൾ എന്നാണ് അറിയപ്പെടുക. എന്നാൽ ഈ ചന്ദ്രക്കലാകൃതിയിലുള്ള ബഡുകൾക്ക് ശേഷം മുകളിലേക്ക് വരുന്ന 4-5 കണ്ണുകൾ ഏറ്റവും കരുത്തുറ്റ മുകുളങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ കഴിവുള്ള നല്ല ബഡുകളായിരിക്കും. ഇത്തരം ബഡുകളെയാണ് നമ്മൾ എ കണ്ണ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. അവ ആണ് ബഡ്ഡിങ്ങിന് ഏറ്റവും അനുയോജ്യം. മറ്റ് കണ്ണുകൾ മുളയ്ക്കുമെങ്കിലും അവയ്ക്ക് വളർച്ചയുടെ കരുത്തും മുകുളത്തിൻ്റെ വലുപ്പവും അല്പം കുറവായിരിക്കും. അതായത് എ കണ്ണ് ബഡ് ചെയ്യുകയാണെങ്കിൽ സാധാരണയായി മുളച്ച് വരുന്ന ആദ്യത്തെ മുകുളത്തിൽ തന്നെ ഏതാണ്ട് 6-7 ഇലകളും അതിന് മുകളിലേക്കും എണ്ണം കാണും. ആദ്യത്തെ സ്റ്റെപ്പിൽ ഉണ്ടാകുന്ന ഇല 6 മുതൽ 10 വരെ ഇലകളായിരിക്കും. അതേസമയം ബി കണ്ണാണ് ചെയ്യുന്നതെങ്കിൽ 4 മുതൽ 6 ഇലകൾ വരെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ ബഡ് മുളയുടെ ഉയരവും കുറവായിരിക്കും. അതേസമയം സി കണ്ണാണ് ബഡ് ചെയ്യുന്നതെങ്കിൽ ആ മുളയുടെ ഉയരം ഒരടിയിൽ താഴെ ആയിരിക്കുകയും 3-4 ഇലകൾ മാത്രമായി ചുരുങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ബഡ്ഡിങ്ങിന് ഏറ്റവും അനുയോജ്യം എ കണ്ണുകളാണ്.
എ കണ്ണുകൾ എന്ന് പറയുമ്പോൾ 1 മീറ്ററിൽ നിന്ന് സാധാരണയായിട്ട് നമുക്ക് ലഭിക്കുന്നത് 8 10 ബഡ്ഡുകൾ മാത്രമായിരിക്കും. ബി കണ്ണുകൾ കൂടി കൂട്ടുകയാണെങ്കിൽ 1 മീറ്ററിൽ നിന്നും ഏതാണ്ട് ഒരു 15 ബഡ്ഡുകൾ നമുക്ക് എടുക്കാൻ പറ്റും. ഈ എ കണ്ണുകൾ മാത്രം ബഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കരുത്തുറ്റ നല്ല റബ്ബർ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇനി എങ്ങനെയാണ് ബഡ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. നമുക്കതിനനുയോജ്യമായ മാതൃവൃക്ഷം നിലവിലില്ലാത്തതുകൊണ്ട് സാമ്പിളിനായി ഒരു റബ്ബർ കമ്പ് ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. നമുക്ക് അവിടേക്ക് പോകാം. ബഡിങ്ങിൻ്റെ ആദ്യഘട്ടം നമ്മൾ ബഡ് കമ്പിലെ മുകുളങ്ങൾ സെലക്ട് ചെയ്യുകയാണ്. അതിങ്ങനെയാണ്. നമ്മൾ എ കണ്ണുകൾ ആദ്യം സെലക്ട് ചെയ്തിട്ട് അതിന് മുകളിലും താഴെയും ഇതുപോലെ ഓരോ മുറിവ് ഉണ്ടാക്കുക. ഈ മുറിവുകൾ ആ കമ്പിലെ പാല് ചോർന്നു പോകുന്നതിന് പ്രത്യേകം സഹായിക്കും. അതിനുശേഷം നമ്മൾ ഈ കമ്പ് തറയിൽ സുരക്ഷിതമായി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ബഡ് ചെയ്യേണ്ട മരം തിരഞ്ഞെടുത്തിട്ട് അതിലെ പൊടിയൊക്കെ തുടച്ച് കളഞ്ഞ് ഏതാണ്ട് ചുവട്ടിൽ നിന്നും ഒരു 6 സെൻറ്റിമീറ്റർ എങ്കിലും ഉയരത്തിൽ ബഡ് കമ്പിൽ ചെയ്തതുപോലെ തന്നെ ഒരു അടയാളം കൊടുക്കുക. അടയാളം എന്ന് പറഞ്ഞാൽ തൊലി മുറിക്കുക, വട്ടം തൊലി മുറിക്കുക. അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് പാല് ഉണ്ടാവുകയും ആ പാല് പുറത്തേക്ക് പോവുകയും ചെയ്യും. ആ പാല് ഏതാണ്ട് ഊറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വിജയകരമായി ബഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ബഡ് കമ്പിൽ നിന്നും എങ്ങനെയാണ് മുകുളം ഇളക്കിയെടുക്കേണ്ടത് എന്ന് നോക്കാം. കത്തിയും നമ്മുടെ കൈയും അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കമ്പും പരമാവധി ചെളിയും പൊടിയും ഒന്നുമില്ലാതെ വൃത്തിയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്കൊരു കണ്ണ് ഇളക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ ആ വരയിൽ നിന്നും നേരെ താഴേക്ക് ഏതാണ്ട് ഒരു 1.5 സെൻറ്റിമീറ്റർ വീതിയിൽ റബ്ബറിൻ്റെ കണ്ണോട് കൂടിയ ആ തൊലി ഭാഗം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് വരഞ്ഞെടുക്കണം. വരഞ്ഞിട്ട് കത്തിയുടെ നല്ല മൂർച്ചയുള്ള കത്തിയുടെ മുന കൊണ്ട് സാവധാനം ഇളക്കിയെടുക്കുക. ഒന്നിച്ച് ചെയ്യരുത്, പതുക്കെ പതുക്കെ 2 വശത്തു നിന്നും ഇളക്കുക. അങ്ങനെ നമുക്കൊരു ബഡ് ചെയ്യാനുള്ള മുകുളം ഇപ്പോൾ കൈ വന്നിരിക്കുകയാണ്. അതിനകത്ത് ഒരിക്കലും കൈ തട്ടാത്ത രീതിയിൽ അതിനെ നമ്മൾ സൂക്ഷിച്ച് അതിൻ്റെ സൈഡിൽ പരിക്കേറ്റ ഭാഗങ്ങളൊക്കെ കീറി വൃത്തിയാക്കി എടുക്കണം, ഷേപ്പ് ചെയ്തെടുക്കണം. പരിക്ക് പറ്റിയ തൊലിഭാഗങ്ങളെല്ലാം നമ്മൾ മുറിച്ച് മാറ്റണം. ഇങ്ങനെ നമുക്ക് ബഡ് കണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാതൃവൃക്ഷത്തിലേക്ക് തിരിയുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകത്ത് കണ്ണ് കിട്ടിയിട്ടില്ല. ഈ ബഡ് കണ്ണിൽ നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഇതിനുള്ളിൽ അടുത്ത മുകുളത്തിന് വേണ്ടിയുള്ള അരി പോലെ ഒരു ഘടകം നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ആ ഘടകം അത് എ കണ്ണിൽ മാത്രമേ ഇത്രയും വലുപ്പത്തിൽ കാണുകയുള്ളൂ. ബി കണ്ണിലും സി കണ്ണിലും ഇതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ചെറിയ പൊട്ട് പോലെ കാണുകയുള്ളൂ. ഇത് ശ്രദ്ധിക്കുക. ഇതിനെ കൃത്യം നടുക്ക് മുള വരാൻ വേണ്ടിയുള്ള അതിൻ്റെ കാമ്പാണ് കാണുന്നത്. അത് ബഡ് കണ്ണ് എടുക്കുമ്പോൾ അടന്നു പോയതാണെങ്കിൽ നമുക്കൊരിക്കലും ആ തൈ മുളച്ച് കിട്ടുകയില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മാതൃവൃക്ഷത്തിലേക്ക് തിരിയാം. മാതൃവൃക്ഷത്തിലെ പാല് ഏതാണ്ട് ഒലിച്ച് പോയത് നമുക്ക് ശ്രദ്ധിക്കാം. അത് നമ്മൾ തുടച്ച് വൃത്തിയാക്കുന്നു. തുടർന്ന് നമ്മൾ എടുത്ത ആ ബഡ് കണ്ണിൻ്റെ അളവിനേക്കാൾ 1 മില്ലിമീറ്ററെങ്കിലും ഇരുവശത്തേക്കും ഗ്യാപ്പ് കിടക്കത്തക്ക രീതിയിൽ മാതൃവൃക്ഷത്തിൽ വരയുക. വീണ്ടും കൂടുതൽ പാല് വരുന്നുണ്ടെങ്കിൽ അത് തുടച്ച് കളയുക. അതിനുശേഷം വളരെ സാവധാനം നമ്മൾ ആ തൊലിയുടെ ഭാഗം അടർത്തി മാറ്റാൻ നോക്കുക. ഇങ്ങനെ പൊളിഞ്ഞു വരും. ഇത് വളരെ പാകത്തിന് നിൽക്കുന്ന ഒരു ഇലയുടെ അവസ്ഥ ആയതുകൊണ്ടാണ്, ഉണ്ടോ, കൂമ്പ് എടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് അതുപോലെ കൃത്യമായിട്ട് പൊളിഞ്ഞു വരുന്നത്. അതിനുശേഷം ഇത് കത്തി വേവിപ്പിച്ചേ. ഈ ബഡ് കണ്ണ് മുകളിൽ വരത്തക്ക വിധത്തിൽ ഈ
തൊലി ഭാഗത്ത് ചേർത്ത് വയ്ക്കണം. അതിനെന്തെങ്കിലും നീളം കൂടുതലോ കുറവുണ്ടെങ്കിൽ അത് കണ്ടിച്ച് പാകമാക്കണം. തൊലി ലംബമായിട്ട് മാതൃവൃക്ഷത്തോട് ചേർത്ത് വയ്ക്കുക. അതിനുശേഷം പ്ലാസ്റ്റിക് റിബൺ ഉപയോഗിച്ച് കാണുന്ന രീതിയിൽ വൃക്ഷം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരിഞ്ഞ് മുറുക്കി വെക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്മൾ ബഡ് ചെയ്യാനെടുത്ത ആ മുകുളത്തിൻ്റെ കഷ്ണം ഇതിനേക്കാൾ ചുറ്റവും ഏതാണ്ട് 1 മില്ലിമീറ്ററിനടുത്തുള്ള ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അതങ്ങനെ കിടക്കേണ്ടത് ആവശ്യമാണ്. കാരണം പാലിറങ്ങി അകത്തേക്ക് വലിയാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും ബഡ് കണ്ണും സൈഡിലത്തെ തൊലിഭാഗവുമായിട്ട് ചേർന്ന് വരരുത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി അനക്കാതെ ഒരു 15 ദിവസം കാത്തിരിക്കുക. 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോഴേക്കും കണ്ണ് മാതൃവൃക്ഷവുമായി നന്നായി ഒട്ടിച്ചേർന്ന് പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ബഡിങ് വിജയകരമായില്ലെങ്കിൽ നമ്മൾ ചേർത്ത് വെച്ച തൊലി കഷ്ണം ഉണങ്ങിപ്പോകുന്നതായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെയാണെങ്കിൽ വീണ്ടും ആ മാതൃവൃക്ഷത്തിൽ വേറെ ഒരു വശത്ത് നമുക്ക് വീണ്ടും പുതിയൊരു ബഡ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. ഇതാണ് ബഡിൻ്റെ പ്രാഥമികമായ ഘടകങ്ങൾ.